നബീൽ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ നമ്മുടെ കരിയർ ടോക്ക് വെബിനാർ സീരീസിന്റെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് ശാസ്ത്രപഠനത്തിന്റെ കരിയർ പാതകൾ എന്നതാണ് നമ്മുടെ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് സിജിയുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള റമീസ് സാർ ആണ്. റമീസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ശ്രവിക്കാനായി എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി രക്ഷിതാക്കളെയും സിജിയുടെ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ്. എന്റെ സംസാരത്തിൽ എന്തെങ്കിലും ബ്രേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടപെടണേ. ഞാൻ വൈഫൈ സൗകര്യം ഇല്ലാത്തൊരു സ്ഥലത്താണുള്ളത്. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നതാണ്. റമീസ് മാഷ് ഒന്ന് ശ്രദ്ധിക്കണേ. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ. പ്രിയമുള്ള സിജിയുടെ ഭാരവാഹികളെ, അതുപോലെ തന്നെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ റമീസ് സാർ, അതുപോലെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന കരിയർ ടോക്ക് വെബിനാർ സീരീസിലാണ് നാം ഉള്ളത്. സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 6ാമത്തെ ദിവസമാണ്. 1ാമത്തെ ദിവസം കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 2ാമത്തെ ദിവസം 10-ന് ശേഷമുള്ള വഴികൾ ഡിസ്കസ് ചെയ്തു. 3ാമത്തെ ദിവസം കൊമേഴ്സ് മേഖലയിലെ തൊഴിൽ സാധ്യതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4ാമത്തെ ദിവസം ഹ്യൂമാനിറ്റീസ് മേഖല നമ്മൾ പരിചയപ്പെട്ടു. ഇന്നലെ 5ാമത്തെ ദിവസം ഷോർട്ട് ടേം കോഴ്സുകളായിരുന്നു നമ്മുടെ വിഷയം. ഇന്ന് 6ാമത്തെ ദിവസം സയൻസ് മേഖലയിലെ തൊഴിൽ സാധ്യതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെഷനിലേക്ക് വരുന്നതിന് മുന്നേ സിജിയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. സിജി കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭം പ്രതീക്ഷിക്കാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. സിജിയുടെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നടത്തുന്നത്. അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ കുറച്ച് വിശദീകരിച്ചു പറയാണ്. അത് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കുട്ടികൾക്ക് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും മത്സര പരീക്ഷകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സംവിധാനമാണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ 4 പ്രൊജക്ടുകളിലായിട്ടാണ് നടത്തുന്നത്. അതിൽ 1ാമത്തെ പ്രൊജക്റ്റാണ് കരിയർ മിഷൻ. കരിയർ മിഷന്റെ മുദ്രാവാക്യം തന്നെ നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ്. ഒരു കുട്ടി പോലും ഗൈഡൻസ് കിട്ടാതെ പോവാൻ പാടില്ല വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ. ഈ ഒരു ഉദ്ദേശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ആക്ടിവിറ്റീസ് സിജി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിജി കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സിലും മലപ്പുറം ജില്ലാ ഓഫീസിലും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. മറ്റൊന്ന് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം പ്രോഗ്രാം ആണ്. എല്ലാ ഞായറാഴ്ചകളിലും ഓൺലൈനിൽ രാവിലെ 9 മണിക്ക് ഒരു 1 അവർ സെഷൻ ഉണ്ട്. വ്യത്യസ്ത കോഴ്സുകളെയും സ്ഥാപനങ്ങളെയും തൊഴിൽ സാധ്യതകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദെൻ വെബിനാർ സീരീസ് സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കരിയർ കണക്ട്, സ്കൂൾ കണക്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ പോയിട്ട് കോളേജുകളിൽ പോയിട്ട് കരിയർ ഗൈഡൻസ് സെഷൻസ് അവതരിപ്പിക്കുന്നത്. അതുപോലെ കരിയർ അറ്റ് ഗ്രാസ് റൂട്ട് ഉണ്ട്. സിജിയെ അറിയുന്നവർ സിജിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെബിനാർ സീരീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സിജിയെ അറിയാത്ത എന്നാൽ സിജിയുടെ സേവനങ്ങൾ ആവശ്യമുള്ള ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ച് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഏരിയയിലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് സിജി നടത്തുന്ന പ്രോഗ്രാമാണ് കരിയർ അറ്റ് ഗ്രാസ് റൂട്ട്. ദെൻ സിജിയുടെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ 2ാമത്തെ പ്രോജക്റ്റ് ആണ് CDAT, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. നമുക്കറിയാം തൊഴിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ജന്മനാ ഉള്ള കഴിവ്. ഇത് തിരിച്ചറിയാനുള്ള ഒരു സൈക്കോമെട്രിക് ടൂളാണ് ഡാറ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷ. സിജി ആ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. സിജി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് CGCareer.com എന്ന വെബ്സൈറ്റ് വഴി കിട്ടും. CGCareer.com. ദെൻ സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള 3ാമത്തെ പ്രൊജക്ട് ആണ് DCGC, ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇന്ന് റമീസ് സാർ ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് എടുക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്ത റിസോഴ്സ് പേഴ്സൺസ് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ എടുത്തതുപോലെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും കരിയർ ഗൈഡൻസ് മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളോ ഡിഗ്രി കഴിഞ്ഞ രക്ഷിതാക്കളോ ഒക്കെ ആണെങ്കിൽ സിജിയിൽ ഒരു സംവിധാനമുണ്ട്. അതാണ് DCGC, കരിയർ ഗൈഡ് ആവാനുള്ള കോഴ്സ്.
ദെൻ സിജി കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ 4ാമത്തെ പ്രൊജക്റ്റാണ് പബ്ലിക്കേഷൻ. വ്യത്യസ്ത ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറികൾ കരിയർ ഹാൻഡ് ബുക്കുകൾ സിജി ഇറക്കുന്നുണ്ട്. ഈ വർഷം എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രം ഒരു ഹാൻഡ് ബുക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 10ഓളം വോളിയമായിട്ട് വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടുത്തുന്ന ഹാൻഡ് ബുക്ക് സിജി ഇറക്കുന്നുണ്ട്. ഇതാണ് സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊജക്ടുകളും ആക്ടിവിറ്റിയും ഒക്കെ. ഒറ്റ പ്രൊജക്റ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അത് TNC എന്നാണ്, ടാലന്റ് നർച്ചറിംഗ് സെന്റർ എന്ന ഡിപ്പാർട്ട്മെന്റ് സിജിയിലുണ്ട്. അതിൽ വ്യത്യസ്ത പ്രൊജക്ടുകളുണ്ട്, ആക്ടിവിറ്റി ഉണ്ട്. അതിലെ ഒരു പ്രൊജക്ട് മാത്രം പറയാണ്. അത് സ്റ്റുഡന്റ് വർക്ക്ഷോപ്പുകളാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കും വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ cigi.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. cigi.org. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പാണ് ഈ പരിപാടി. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മുടെ സെഷനിലേക്ക് വരികയാണ്. സയൻസ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. റമീസ് സാർ വർഷങ്ങളായി കരിയർ ഗൈഡൻസ് മേഖലയിൽ ഉള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രസന്റേഷന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാവും. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. റമീസ് സാർ അതൊക്കെ ക്ലിയർ ചെയ്തു തരും. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റമീസ് സാറോട് ആവശ്യപ്പെടുകയാണ്. ഓവർ ടു റമീസ് സാർ. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ഇവിടെ അസ്കർ സാറ് സൂചിപ്പിച്ചതുപോലെ സിജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള കരിയർ ടോക്ക് സീരീസ് ആണ്. 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് സയൻസിലുള്ള ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇഷ്ടംപോലെ അവസരങ്ങൾ, സാധ്യതകളുള്ള ഒരു മേഖലയാണ് സയൻസ്. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സയൻസ് +1 +2 ധാരാളം കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി എടുക്കുകയും അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ധാരാളം കുട്ടികളെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ പഠിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഫീൽഡ്, അതുപോലെ തന്നെ എഞ്ചിനീയറിങ്, സയൻസിൽ റിസർച്ച്, വ്യത്യസ്തമായ നിരവധി നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അപ്പോൾ ഇതൊക്കെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 1/2-3/4 മണിക്കൂറേ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. അതിലൂടെ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ സയൻസ് എടുക്കുന്ന മിക്കവാറും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന സാഫല്യമാണ് മെഡിക്കൽ ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മെഡിക്കലിലേക്ക് പോകാൻ നമുക്ക് ആകെ ഇന്ത്യയിൽ ഒരേ ഒരു എൻട്രൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. അത് നീറ്റ് മാത്രമാണ്. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും, ഗവൺമെന്റ് കോളേജിലാണെങ്കിലും പ്രൈവറ്റ് കോളേജിലാണെങ്കിലും എയിംസിലാണെങ്കിലും ജിപ്പറിലാണെങ്കിലും എവിടെ നമുക്ക് മെഡിക്കൽ കോഴ്സുകൾ കിട്ടണമെങ്കിൽ നമുക്ക് നീറ്റ് പ്രവേശന പരീക്ഷ വഴി മാത്രമേ നമുക്ക് പ്രവേശന സാധ്യതയുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഒരു പരീക്ഷയുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷ അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഏകദേശം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. കഴിഞ്ഞ വർഷം ഏകദേശം 25 ലക്ഷത്തോളം കുട്ടികളാണ് ആ പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും ഏകദേശം അത്രത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നീറ്റിന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായും കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും കീമിനും കൂടി അപേക്ഷ കൊടുത്തിരിക്കണം. മിക്കവാറും ഇപ്പോൾ സെക്കൻഡ് ഇയർ കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൽ അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കീം വഴി കേരളത്തിൽ നമുക്ക് MBBS മാത്രമല്ല, 13 കോഴ്സുകൾ കീം വഴിയാണ് പ്രവേശനം. ഒരു മൈക്ക് ആക്കിയിട്ടുണ്ട്, ഒന്ന് ഓഫാക്കിയാൽ മതി. അപ്പോൾ MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, BSc അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്,
ഫിഷറീസ്, ഫോറസ്റ്റ്, ഇങ്ങനെ തുടങ്ങി 13 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിന് പ്രവേശനം കിട്ടണമെങ്കിൽ നമ്മൾ നീറ്റ് എൻട്രൻസ് പരീക്ഷയാണ് എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ കീമിന് അപേക്ഷ കൊടുക്കുകയും കീം വഴിയുള്ള കൗൺസിലിങ്ങിന് പങ്കെടുക്കുകയുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മെഡിക്കൽ പഠന മേഖലയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന സ്ഥാപനമാണ് എയിംസ് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ ഫീസിൽ 2000 രൂപ വാർഷിക ഫീസിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ എയിംസിലാണ് പഠിക്കേണ്ടത്. എയിംസിന്റെ 20 ക്യാമ്പസുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അപ്പൊ എയിംസിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിലും നീറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. എയിംസ് പോലെ തന്നെ നമുക്ക് അറിയാം, സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ജിപ്മർ. വളരെ ചുരുങ്ങിയ ഫീസിൽ 1350 റുപ്യാണ് ഒരു കൊല്ലത്തെ ഫീസ് വരുന്നത്. വളരെ ചുരുങ്ങിയ ഫീസിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവസരമാണ് നമുക്ക് ജിപ്മറിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പട്ടാളത്തിൽ MBBS പഠിക്കാൻ, സൗജന്യമായിട്ട് MBBS പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നീറ്റ് വഴി നമുക്ക് AFMC വഴി പട്ടാളത്തിലേക്ക് പ്രവേശനം കിട്ടും. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാത്തിനും നീറ്റാണ് എൻട്രൻസ് പരീക്ഷ, വേറെ പരീക്ഷകളൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ചില കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ESI രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ മക്കൾക്ക് MBBSന് ESI കോട്ട എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു കോട്ട തന്നെയാണ്. അപ്പൊ അതിന് പ്രത്യേക ESI മെഡിക്കൽ കോളേജ് തന്നെയാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഉള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലത്തുള്ളത് ESI കോളേജാണ്. തമിഴ്നാട്ടിൽ 2 ESI കോളേജ് ഉണ്ട്, കർണാടകയിൽ 2 ഉണ്ട്, ഹൈദരാബാദിലുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് 5-6 ESI കോളേജുകളുണ്ട്. മൊത്തത്തിൽ 12 കോളേജുകളാണ് ESI. അപ്പം ESI രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണെങ്കിൽ അവർക്ക് നീറ്റ് വഴി ESI കോട്ട വഴി MBBS പ്രവേശനം കിട്ടും. ഇനി അതുപോലെ തന്നെ മാർക്ക് ലേശം കുറവാണ്, കൂടുതൽ ഫീസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തിൽ ആകെ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, ഡീംഡ് മെഡിക്കൽ കോളേജ് അമൃത കൊച്ചിയാണ്. പിന്നെ കർണാടക, തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ കോളേജുകൾ കാണാം. ഇതെല്ലാം നീറ്റിന്റെ റാങ്ക് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവേശനം. ഇനി അതുപോലെ തന്നെ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ധാരാളം ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി ഇല്ലാത്തൊരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ. അപ്പൊ അത് അതിന്റെ മറ്റൊരു സൈഡാണ്. നമ്മൾ പിന്നെ ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കിയിട്ട് ഞാൻ പറയാം, അതായത് എഞ്ചിനീയറിംഗിലേക്ക് പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ല മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡുള്ള, നല്ല മാത്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് ഏറ്റവും ഒരു മികച്ച ക്യാമ്പസുകൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും എഞ്ചിനീയറിംഗിൽ നമുക്ക് ധാരാളം അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ധാരാളം എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്തമായ നിരവധി എൻട്രൻസ് പരീക്ഷകളുണ്ട്. നമുക്ക് കേരളത്തിലാണെങ്കിൽ കീമുണ്ട്, കുസാറ്റ് ഉണ്ട്, നാഷണൽ ലെവലിലാണെങ്കിൽ GMAIN ഉണ്ട്, JEE അഡ്വാൻസ്ഡ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിരവധി എൻട്രൻസ് പരീക്ഷകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ പോകുന്ന സമയത്ത് നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ചസ് ആണ്. വൈവിധ്യമാർന്ന നിരവധി 50-ലധികം ബ്രാഞ്ചുകൾ കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഒരു +2 കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബ്രാഞ്ചുകളെ കുറിച്ചും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ വൈവിധ്യമാർന്ന നിരവധി ബ്രാഞ്ചുകളുണ്ട്. ഓരോ ബ്രാഞ്ചിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കോർ സബ്ജക്റ്റുകൾക്ക് എപ്പോഴും അവസരങ്ങളാണ്. ഇലക്ട്രിക്കൽ ആണെങ്കിലും, ഇലക്ട്രോണിക്സ് ആണെങ്കിലും, മെക്കാനിക്കൽ ആണെങ്കിലും, സിവിൽ ആണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ വൈവിധ്യമാർന്ന IT മേഖല, നേരത്തെ നമുക്ക് IT, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള 1-2 ബ്രാഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ IT മേഖലയിൽ വൈവിധ്യമാർന്ന നിരവധി ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ BTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI, BTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഈ രൂപത്തിലുള്ള വൈവിധ്യമാർന്ന ബ്രാഞ്ചുകൾ BTech കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ +2-ൽ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിൽ, ഓരോ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിനെ കുറിച്ച്, പ്രത്യേകിച്ച് IT മേഖലയിലുള്ള ബ്രാഞ്ചുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് BTech കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ തന്നെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള, പഠിക്കാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മികച്ച ക്യാമ്പസ് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും കോഴ്സ് പൂർത്തിയാക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാനും ജോലിയിലേക്ക് പ്രവേശനം നേടാനൊക്കെ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നേരത്തെ അസ്കർ സാർ പറഞ്ഞതുപോലെ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ഒന്നും നോക്കാതെ മാത്സിന്റെ പിന്നെ അതിന്റെ സ്ട്രെങ്തോ അതല്ലെങ്കിൽ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഒന്നും നോക്കാതെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് എഞ്ചിനീയറിംഗിൽ പല പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് എൻട്രൻസ് പരീക്ഷയിൽ ടോപ്പ് റാങ്കിൽ വരികയും മികച്ച ക്യാമ്പസുകൾ സെലക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. തീർച്ചയായും എഞ്ചിനീയറിംഗ് നമുക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊന്നാണ് BArch, ആർക്കിടെക്ചർ കോഴ്സിൽ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണ്, നല്ല ഡ്രോയിങ് സ്കില്ലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നാറ്റ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ്
നമുക്ക് ബി ആർക്കിലേക്ക് പോകേണ്ടത്. അപ്പൊ എഞ്ചിനീയറിംഗ് എൻട്രൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജെഇ മെയിൻ എൻട്രൻസ് പരീക്ഷ. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാവും. ഇനി ഫസ്റ്റ് ഇയർ കുട്ടികളാണെങ്കിൽ അടുത്ത വർഷം അവർ ജെഇ മെയിൻ എൻട്രൻസ് എഴുതാൻ പോവുകയാണ്. അപ്പൊ ജെഇ മെയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് NIT-കൾ. ഈ NIT-കളിൽ നമുക്ക് ബിടെക്കിനൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയാണ് ജെഇ മെയിൻ എന്നുള്ളത്. അപ്പൊ ജെഇ മെയിൻ ഇപ്പൊ കാലിക്കറ്റ് NIT ഉൾപ്പെടെയുള്ള ഏകദേശം 30ഓളം NIT-കൾ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു NIT ആണ് ഉണ്ടാകുക. അപ്പൊ കാലിക്കറ്റ്, അതിന് കർണാടകയിലാണെങ്കിൽ നമുക്ക് സൂറത്തുക്കൽ NIT ഉണ്ട്, തമിഴ്നാട്ടിലാണെങ്കിൽ ട്രിച്ചിയിൽ NIT ഉണ്ട്. അപ്പൊ ഒരു സ്റ്റേറ്റിൽ ഒരു NIT ആണുണ്ട്. അപ്പൊ ഈ NIT നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ജെഇ മെയിൻ എൻട്രൻസ് പരീക്ഷയിൽ ഏറ്റവും ടോപ്പ് റാങ്കിലാണ് വരുന്നത്. ഇപ്പൊ കാലിക്കറ്റ് NIT എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വളരെ ടോപ്പ് ലെവലിൽ വരുന്ന NIT ആണ്. അതുപോലെ തന്നെ NIT-യിലേക്കാൾ ടോപ്പിൽ വരുന്ന മറ്റൊരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് IIT-കളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏകദേശം 20-ലധികം IIT-കൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിലും ഈ അടുത്ത കാലത്തായിട്ട് IIT സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട്. നമുക്ക് ഏറ്റവും അടുത്തുള്ള മറ്റൊരു IIT ആണ് ചെന്നൈ മദ്രാസ് IIT. അപ്പൊ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വളരെ ടോപ്പ് ലെവലിൽ വരുന്ന IIT ആണ്. IIT-കളിൽ നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ജെഇ മെയിൻ എൻട്രൻസ് പരീക്ഷ എഴുതി 2.5 ലക്ഷം റാങ്കിന്റെ ഉള്ളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമേ ജെഇ അഡ്വാൻസ്ഡ് എൻട്രൻസ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമേ IIT-യിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പൊ IIT-ന്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്ത്യയിൽ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പെട്ടതാണ് IIT-കളും അതുപോലെ തന്നെ NIT-യും. ഇനിയിപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഈ സ്പേസ് സയൻസിലൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ട്. സ്പേസിൽ റിസർച്ചിന് പോകാനും സ്പേസ് സയൻസിന്റെ ഭാഗമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ജെഇ അഡ്വാൻസ്ഡ് വഴി കേരളത്തിൽ ഒരു സ്ഥാപനമുണ്ട്. ISRO-ന്റെ കീഴിലുള്ള സ്ഥാപനമാണ് IIST തിരുവനന്തപുരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം. അവിടെ നമുക്ക് ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മറ്റ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ബിടെക് കഴിഞ്ഞ് നമുക്ക് ISRO-യിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാനും റിസർച്ച് മേഖലയിലൊക്കെ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയ ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരത്തുള്ള IIST. അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ അവിടെ നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് IIT NIT ഒക്കെ പോലെ തന്നെ ധാരാളം പ്ലേസ്മെന്റ് നടക്കുന്ന സ്ഥാപനം കൂടിയാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലത്ത് വന്ന റാങ്കിങ്ങിൽ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലുള്ള കുസാറ്റാണ്. അപ്പൊ എഞ്ചിനീയറിംഗിലും അതുപോലെ തന്നെ ഗവേഷണ മേഖലയിലൊക്കെ ധാരാളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധാരാളം ബിടെക് കോഴ്സുകൾ കുസാറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ കുസാറ്റിന്റെ പ്രത്യേക എൻട്രൻസ് പരീക്ഷ വഴിയാണ് കുസാറ്റിൽ നമുക്ക് ബിടെക്കിന് പ്രവേശനം കിട്ടുക. കുസാറ്റിൽ ഇപ്പൊ ബിടെക് മാത്രമല്ല, നമുക്കറിയാം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, MCA കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ, സയൻസ് വിഷയങ്ങളിൽ MSc കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതും നമുക്ക് സയൻസ് വിദ്യാർത്ഥികൾക്ക് നോക്കാവുന്നത്. പിന്നെ ധാരാളം കുട്ടികൾ അന്വേഷിക്കാറുണ്ട് മറൈൻ കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിൽ മറൈൻ എഞ്ചിനീയറിംഗ്, നോട്ടിക്കൽ സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പിന്നെ കപ്പലിൽ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് പരീക്ഷയാണ് എഴുതേണ്ടത്. അതുവഴിയാണ് നമുക്ക് കുസാറ്റിലാണെങ്കിലും ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് ചേരണമെങ്കിലും മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ധാരാളം പിന്നെ മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണുണ്ട്. ചെന്നൈയിലുണ്ട്, കാണ്ടിലയിലുണ്ട്, വിശാഖപട്ടണമുണ്ട്, കൊൽക്കത്ത, അതുപോലെ തന്നെ മുംബൈ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ്, ഷിപ്പ് ടെക്നോളജി, നാവൽ ആർക്കിടെക്ചർ ഇങ്ങനെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചില കുട്ടികളെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളുണ്ട്, നല്ല ഡ്രോയിങ് സ്കില്ലും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികൾക്ക് തിളങ്ങാൻ പറ്റുന്ന മേഖലയാണ് ഡിസൈനിങ് മേഖല. ഈ ഡിസൈനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BDES, ബാച്ചലർ ഓഫ് ഡിസൈനിങ് എന്നുള്ള കോഴ്സ്. അപ്പൊ അതിൽ ഏറ്റവും നാഷണൽ ലെവൽ അറിയപ്പെടുന്ന 2 സ്ഥാപനങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID അഹമ്മദാബാദിൽ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പസുകളും ഉണ്ട് അതിന്. പിന്നെ ഒരു 16-ലധികം ക്യാമ്പസുകൾ വരുന്ന നിഫ്റ്റ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിഫ്റ്റിന്റെ ഒരു കേന്ദ്രമുണ്ട്, കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ അവിടെയും BDES എന്നുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നാഷണൽ ലെവൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ബാച്ചലർ ഓഫ് ഡിസൈനിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അത് സയൻസ് വിഷയമാവണമെന്നൊന്നുമില്ല, +2 ഇനി സ്ട്രീം ആയിട്ടുള്ള കുട്ടികൾക്ക് പോകാവുന്നതാണ്. ഇനി ആ 2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ നിഫ്റ്റിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് കൊല്ലത്തുള്ള IFTK. അവിടെയും BDES എന്നുള്ള കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി സയൻസ് വിഷയം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾക്ക് മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ളതൊന്നും താല്പര്യം ഉണ്ടാവില്ല. ബേസിക് സയൻസിൽ, പ്യുവർ സയൻസിൽ റിസർച്ചിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിലുള്ള ധാരാളം ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് BSc, MSc, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഡിഗ്രിയും PG ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവാം.
ഇനി അതല്ല ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കണം, അങ്ങനെ റിസർച്ചിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പൊ അതിന് ഈ കഴിഞ്ഞ വർഷം മുതൽ പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ, ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. IIT എന്നാണ് പേര്. ആ ടെസ്റ്റ് വഴി നമുക്ക് ഇന്ത്യയിലുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ 7 ക്യാമ്പസുകളാണുള്ളത്. ഒരു ക്യാമ്പസ് കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെ നമുക്ക് മിക്കവാറും കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റും. ഇവിടെ പഠിക്കുന്ന 5 കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് PG കോഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ മിക്കവാറും ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉയർന്ന ഫെലോഷിപ്പോട് കൂടിയൊക്കെ റിസർച്ച് മേഖലയിൽ, ഗവേഷണ മേഖലയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പ്യുവർ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ് ഇങ്ങനത്തെയിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഐസർ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അവിടെ +2 കഴിഞ്ഞ കുട്ടികൾക്കുള്ള BS കോഴ്സുകളും അതുപോലെ തന്നെ പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള BTech കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അത് JEE അഡ്വാൻസ്ഡ് വഴിയും അതുപോലെ തന്നെ പിന്നെ IIT വഴിയൊക്കെ നമുക്ക് പിന്നെ അതിലേക്ക് വരാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ ടോപ്പിലൊക്കെ വരാൻ പറ്റാത്ത ഒരു മീഡിയം ലെവലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും പഠിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ടെക്നിക്കൽ സ്റ്റഡീസിന് താല്പര്യമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും +2 കഴിഞ്ഞവരാണെങ്കിലും പോളിടെക്നിക്, നമുക്ക് കേരളത്തിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക്, ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള പോളിടെക്നിക്, എല്ലാ ജില്ലകളിലും 2-3 പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക്കുകൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു പത്രത്തിൽ, പോളി എല്ലാം പൊളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും ധാരാളം പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു മികച്ച സ്ഥാപനം കൂടിയാണ് പോളിടെക്നിക്. അവിടെ നമുക്ക് 3 കൊല്ലത്തെ ഡിപ്ലോമ, എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ഗവൺമെന്റ് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ സ്വന്തമായിട്ടോ നമുക്ക് എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, റെയിൽവേയിലൊക്കെ ധാരാളം അവസരങ്ങളുണ്ട്, PWDയിൽ, KSEBയിലൊക്കെ അവസരങ്ങൾ കിട്ടും. അപ്പൊ ആ രീതിയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ 3 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് എടുക്കാം. +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, സയൻസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ചേരാം. 2 കൊല്ലം പഠിച്ചാൽ മതി. 3 കൊല്ലത്തെ കോഴ്സ് നമുക്ക് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ITI കോഴ്സ് ഉണ്ട്. അപ്പൊ ചില കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും +2 വേണ്ടത്ര സയൻസ് വിഷയം എടുത്തിട്ട് നമ്മൾ ചില ഹോട്ടലെല്ലാം കാണാം, തുടങ്ങി എന്നെല്ലാം പറയുന്ന പോലെ സയൻസ് വിഷയം എടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സയൻസ് ടെക്നിക്കൽ വിഷയത്തിൽ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ITI കോഴ്സുകൾ നല്ലൊരു ഓപ്ഷനാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് ITIകൾ ഉണ്ട്. ധാരാളം ടെക്നിക്കൽ ഫീൽഡിൽ ധാരാളം അവസരങ്ങളുള്ള ഒരു ട്രേഡ് തന്നെയാണ് ITI. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ITI നോക്കാം. ധാരാളം അവസരങ്ങൾ, സാധ്യതകൾ ആ മേഖലയിൽ. ഇനി അതുപോലെ തന്നെ അഗ്രികൾച്ചറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം, എന്ത് AI വന്നാലും, ഡാറ്റാ സയൻസ് വന്നാലും നമുക്ക് കൃഷിയില്ലാതെ എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കൃഷി വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ അഗ്രികൾച്ചർ എന്തായാലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പൊ കൃഷിയിലേക്ക് പോകണമെങ്കിൽ, അഗ്രികൾച്ചർ ഒരു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് വഴിയാണ് നമുക്ക് അതിലേക്ക് വരാൻ സാധിക്കുക. പരീക്ഷ കൂടി അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ CUET കേട്ടിട്ടുണ്ടാവും, ഉള്ള എൻട്രൻസ് പരീക്ഷയാണ് CUET. അപ്പൊ അതിന്റെ കൂടെ ഐക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഐക്കറിന്റെ CUET ഐക്കറിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സയൻസ് സ്ട്രീമിലുള്ള വിഷയങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് നമുക്ക് CUET വഴിയും നമുക്ക്, അല്ലെങ്കിൽ ഐക്കർ വഴി നമുക്ക് BSc അഗ്രികൾച്ചർ ചേരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ വെറ്റിനറി സയൻസ് നമ്മൾ നേരത്തെ നീറ്റിൻ്റെത് പറഞ്ഞു. അപ്പൊ നീറ്റ് വഴി തന്നെയാണ് വെറ്റിനറി സയൻസിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ കീം വഴിയാണ് അതിന്റെ സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇനി ഓൾ ഇന്ത്യയിലേക്ക് പോവാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു കുട്ടിക്ക് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉള്ള ഒരു വെറ്റിനറി ഗവൺമെന്റ് കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്. അതുവഴി നമുക്ക് അതിലേക്ക് വരാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വിമാനത്താവളങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ നിന്ന് മുകളിലൊക്കെ നോക്കിയാൽ എപ്പോഴും ധാരാളം വിമാനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും വിമാനത്തിൽ ജോലി ചെയ്യണം, പൈലറ്റ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമായിട്ട് വരുന്ന കാണാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടീൻ്റെ അടുത്ത് വന്നിരുന്നു, വിമാനത്തിൽ പൈലറ്റ് ആവണം. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞ ഹൈറ്റ് പ്രശ്നമാണ് പറഞ്ഞു. അത് നീളത്തിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ പറഞ്ഞു അതല്ല, ഉയരത്തിൽ ജോലി ചെയ്യുമ്പോൾ ഹൈറ്റിൽ ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയാസമായിരിക്കും. അപ്പൊ അത് നമ്മള് ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് കൂടാതെ ഹൈറ്റിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടി വരിക. അപ്പൊ ആ അവസരത്തിലുള്ള ഒരു കരേജ് കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഉയർന്ന സാമ്പത്തിക ചെലവ് വരുന്ന ഒരു
മേഖല കൂടിയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമി. അതുപോലെ തന്നെ ഇഗ്റ എന്ന് പറഞ്ഞിട്ട് റായ്ബറേലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഗവൺമെന്റ് സെക്ടർ ആണെങ്കിൽ കൂടി ഫീസ് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ, നമുക്കറിയാം ധാരാളം കുട്ടികൾ നീറ്റിനൊക്കെ പോയിട്ട് പിന്നെ അവസാനം വേണ്ടത്ര മാർക്കും സ്കോറും റാങ്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അപ്പോൾ കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ എൻട്രൻസ് പരീക്ഷ ഇല്ല. BSc നഴ്സിംഗിനാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ആണെങ്കിലും നിലവിൽ കേരളത്തിൽ എൻട്രൻസ് പരീക്ഷ ഇല്ല. LBS വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഈ വർഷത്തെ ഇതുവരെ LBS വിളിച്ചിട്ടില്ല. മിക്കവാറും ഈ ഏപ്രിൽ മാസത്തിലോ അതല്ലെങ്കിൽ അടുത്ത മെയ് മാസത്തിലോ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഏകദേശം 10ഓളം കോഴ്സുകൾ, ഡിഗ്രി തലത്തിലുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ കേരളത്തിൽ LBS വഴിയാണ്. നിങ്ങൾക്ക് +2 കിട്ടിയിട്ടുള്ള മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതാണ് മെയിനായിട്ട് നോക്കുന്നത്. ചിലയിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം കിട്ടുന്നത്. സാധാരണ ഇതിൽ നമുക്ക് കണ്ടുവരുന്ന കഴിഞ്ഞ കൊല്ലത്തൊക്കെ ട്രെൻഡ് വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 95% മുകളിൽ മാർക്ക് വരുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്ടറിലൊക്കെ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 97-98% വരികയാണെങ്കിൽ. ഇനി അതൊരു 90% മുകളിലാണെങ്കിൽ, 92, 93, 94 ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെയുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ താഴോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കേരളത്തിൽ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം കേരളത്തിൽ താരതമ്യേന സീറ്റ് കുറവാണ്, കോളേജുകൾ കുറവാണ്, പക്ഷേ അപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിൽ നമുക്ക് BSc നഴ്സിംഗ് ആണെങ്കിലും മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ തന്നെ പാരാമെഡിക്കലിന്റെ മറ്റൊരു കാര്യം ഇപ്പൊ നിങ്ങൾ സൈറ്റിൽ കാണുന്നുണ്ടാവും, PNCMAK. അതൊരു പ്രൈവറ്റ് അസോസിയേഷൻ ഉണ്ട് നഴ്സിംഗ് കോളേജിന്റെ. അങ്ങനെയുള്ള പ്രൈവറ്റിലേക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ PNCMAK വഴിയും, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ AMC-SFNCK ഇത് രണ്ടും അതിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, അതിന്റെ മാനേജ്മെന്റ് സീറ്റിലേക്കാണെങ്കിൽ. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാരാമെഡിക്കലിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അന്നും ഇന്നും പിന്നെ BSc നഴ്സിംഗ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ ജിപ്പറിലാണെങ്കിൽ പിന്നെ നീറ്റ് പരീക്ഷ വഴിയാണ് ജിപ്പറുള്ള BSc നഴ്സിംഗും പാരാമെഡിക്കലൊക്കെ കൊടുക്കുന്നത്. അത് എയിംസിലാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പുതിയ എൻട്രൻസ് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എയിംസിന് പ്രത്യേകം അപേക്ഷയുണ്ട്. ഇനി പട്ടാളത്തിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും അവിടെയും BSc നഴ്സിംഗ് ഉണ്ട്. നീറ്റിന്റെ പരീക്ഷ വെച്ചുകൊണ്ടാണ്, സ്കോർ വെച്ചുകൊണ്ടാണ് പട്ടാളത്തിലും നമുക്ക് അഡ്മിഷൻ കിട്ടും. BSc നഴ്സിംഗ് സൗജന്യമായിട്ട് പഠിക്കാം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ BSc നഴ്സിംഗ് കൂടാതെ ഇപ്പോൾ BPharm കീമിൽ വരുന്നതാണ്. അതിൽ എൻട്രൻസ് പരീക്ഷ കീമിന്റെ എൻട്രൻസ് വഴിയാണ്. ബാക്കി ഇപ്പോൾ നമുക്കിപ്പോൾ BOT ഉണ്ട്, ഏറ്റവും ടോപ്പിൽ വരുന്നൊരു പാരാമെഡിക്കൽ കോഴ്സാണ്. ഒക്കുപേഷൻ തെറാപ്പി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡയാലിസിസ് ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അങ്ങനെ തുടങ്ങി ഒരു 10ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾ കാണാൻ സാധിക്കും കേരളത്തിൽ. അതൊക്കെ LBS വഴിയാണ് കേരളത്തിൽ. ഇനിയിപ്പോൾ കർണാടകയിൽ ധാരാളം കുട്ടികൾ നമുക്കറിയാം കേരളത്തിൽ സീറ്റ് കുറവായത് കൊണ്ട് തന്നെ കർണാടകത്തിലെ പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ KEA എന്ന് മറ്റൊരു എൻട്രൻസ് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. KEAന്റെ കീഴിൽ നഴ്സിംഗിന് എൻട്രൻസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴിയായിരിക്കണം നിങ്ങൾ കർണാടകയിൽ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കർണാടകയിൽ തന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലായിരിക്കണം പ്രവേശനം നേടേണ്ടത്. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ഭാവിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കേരളത്തിലും അത് ശ്രദ്ധിക്കണം. കേരളത്തിൽ നമുക്കറിയാം BVOC എന്ന പേരിൽ പിന്നെ ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നത് കാണാം. ശ്രദ്ധിക്കേണ്ടത് BVOC UGC അംഗീകരിച്ച കോഴ്സ് തന്നെയാണെങ്കിലും കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഇതുവരെ BVOC പാരാമെഡിക്കൽ കോഴ്സ് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇവിടെ നടത്തുന്ന മിക്കവാറും കോഴ്സുകൾ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് ലെവലിലുള്ള BVOC കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ലെവലിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളൊന്നും നമ്മുടെ പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകരിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ജോലിക്ക് പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ 10ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇനി +2 കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി ഡിഗ്രി ലെവലിലുള്ള പാരാമെഡിക്കൽ കോഴ്സ് കിട്ടാൻ സാധ്യതയില്ലാത്ത കുട്ടികളാണെങ്കിൽ, കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരാമെഡിക്കലിന്റെ ഡിപ്ലോമ കോഴ്സുകൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് സെക്ടറിലായിട്ടും ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിന് പ്രത്യേക അപേക്ഷ കൊടുക്കുക. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളെല്ലാം 2 വർഷത്തെ കോഴ്സുകളാണ്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓക്കെ. പിന്നെ എയ്സ് നമ്മുടെ അടുത്തുള്ള, നമുക്ക് കേരളത്തിന്റെ അടുത്തുള്ള
കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ വളരെ അടുത്താണ്, മൈസൂരാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നുള്ള സ്ഥാപനം. അപ്പോൾ സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ BSc കോഴ്സ് നടത്തുന്ന നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻട്രൻസ് പരീക്ഷ വഴിയാണ് പ്രവേശനം. വളരെ ചുരുങ്ങിയ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന മികച്ച ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം NDA പരീക്ഷ അല്ലെങ്കിൽ നാവൽ അക്കാഡമി പരീക്ഷ എഴുതിയിട്ട് അവർക്ക് പട്ടാളത്തിൽ ഓഫീസറായിട്ട് വരാം. അവിടെ ഏഴിമല നാവിക അക്കാഡമിയിലും അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമിയിലും ഡിഫൻസ് അക്കാഡമിയിലൊക്കെ അതുവഴി നിങ്ങൾക്ക് പട്ടാളത്തിൽ, ആർമിയിലും, നേവിയിലും, എയർഫോഴ്സിലൊക്കെ ഓഫീസറായിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ BTech പഠിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ നല്ല താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പ്രത്യേക എൻട്രൻസ് പരീക്ഷ വഴി നമുക്കവിടെ BSTAT, BMAT അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് വരാം. ഇപ്പം നമുക്കറിയാം AI-ന്റെയും അതേപോലെ തന്നെ ഡാറ്റാ സയൻസിന്റെ ഒക്കെ ഒരു കാലം ആണ്. ചില കുട്ടികളെങ്കിലും BTech-ന് പോകാതെ BCA വഴി IT ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികളെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ BCA-യിൽ തന്നെ ധാരാളം സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഗ്രി കോഴ്സുകളിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഡിഗ്രി +2 ലെവലിൽ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കണം. എന്താണ് AI, എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്താണ് ഡാറ്റാ സയൻസ്, അങ്ങനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെ പോകാം. അതല്ലെങ്കിൽ നമുക്ക് PG ലെവലിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളിൽ ചില കോഴ്സുകളിൽ, ചില സ്ഥാപനങ്ങളിൽ സയൻസ് സ്ട്രീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൈക്കോളജി. ഇപ്പോൾ സൈക്കോളജി പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ലെവലിലുള്ള പുതിയ പുതിയ കൗൺസിലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ അതിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട്. സൈക്കോളജിയിലെ പഠനത്തിൽ കൂടുതൽ മികവുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡൊക്കെ സൈക്കോളജിയിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സൈക്കോളജി മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റെഗുലർ കോഴ്സിന് തന്നെ ചേരാൻ ശ്രമിക്കാം. ഡിഗ്രി തലത്തിലും PG തലത്തിലുള്ള റെഗുലർ കോഴ്സുകൾ കഴിഞ്ഞാൽ മാത്രമേ ഭാവിയിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടും, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടും, അതുപോലെ തന്നെ സ്റ്റുഡന്റ് കൗൺസിലറായിട്ടും, സ്കൂളിൽ കൗൺസിലറായിട്ടും, കോളേജിൽ കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സൈക്കോളജി നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം പുതിയതായിട്ട് ഈ വർഷം സർക്കാർ കുറെ പുതിയ കോഴ്സുകൾ പല കോളേജുകളിലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയാണ് സൈക്കോളജി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നേരത്തെ അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു, കേരളത്തിലെ കുട്ടികളൊക്കെ പുറത്തേക്ക് പോവാണ്, കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാനുള്ള പിന്നെ കുട്ടികൾ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് കോളേജുകളും എയ്ഡഡ് കോളേജുകളിലൊക്കെ ധാരാളം അവസരങ്ങൾ, സാധ്യതകളുണ്ട്. ചുരുങ്ങിയ ഫീസിൽ മികച്ച നിലവാരത്തിൽ പഠിക്കാൻ പറ്റുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഓട്ടോണമസ് കോളേജുകൾ ധാരാളം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇനി അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ധാരാളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ BTech പഠിക്കാനോ, ഇനി അതല്ലെങ്കിൽ BSc സയൻസ് വിഷയങ്ങളിൽ BSc പഠിക്കാനോ, മറ്റേതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഷയത്തിലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും CUET, മറ്റ് സെമിനാറുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ CUET-യും സയൻസ് വിഷയക്കാർക്കും CUET വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് പിന്നെ ടീച്ചിങ് ഇപ്പോൾ നല്ലൊരു ഏരിയയാണ്, നല്ലൊരു പ്രൊഫഷനാണ് ടീച്ചിങ്. സയൻസ് വിഷയത്തിൽ നല്ലൊരു ടീച്ചർ ആകുക. അത് സ്കൂൾ ലെവലിലാവാം, ഹയർ സെക്കൻഡറി ലെവലാവാം, ഹൈസ്കൂൾ ലെവലിലാവാം, കോളേജ് ലെവലിലാവാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് ബേസിക് സയൻസ് എടുത്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെ എടുത്തിട്ട് അതിന്റെ PG എടുത്ത് സ്കൂൾ ലെവലാണെങ്കിൽ, ഹയർ സെക്കൻഡറി ലെവലാണെങ്കിൽ BEd കൂടി എടുക്കണം. കാറ്ററ്റ്, സെറ്റ് അങ്ങനെയുള്ള പരീക്ഷകൾ പാസ്സാവണം. കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മോഡലുള്ള കുറച്ചുകൂടി ഒരു ടോപ്പ് ലെവലിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ PG-യും BEd ആവശ്യമില്ല, PhD ഉണ്ടെങ്കിൽ നല്ലത്. ഭാവിയിൽ അതൊക്കെ ഇതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ UGC നെറ്റ് പരീക്ഷയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ കോളേജിൽ നമുക്ക് പ്രൊഫസറായിട്ട് വരാം. അപ്പൊ നല്ല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങിലായിരിക്കും താല്പര്യമില്ല എന്നുള്ള രീതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ധാരാളം അവസരങ്ങൾ, സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടീച്ചിങ്. ഇനി നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലും തന്നെ പോയിട്ട് പഠിപ്പിക്കണമെന്നില്ല. പുതിയ കാലഘട്ടത്തിൽ, AI-ന്റെ കാലഘട്ടത്തിൽ, IT-ന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പലതും നിങ്ങൾക്ക് അറിയുന്ന കണ്ടന്റുകൾ പഠിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. പുതിയ പുതിയ മേഖലകൾ ടീച്ചിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടായി നമ്മൾ BEd-ന് പോയത്, ഇപ്പൊ അത് മാറി. ധാരാളം കോളേജുകളിൽ, കേരളത്തിലും കുറെ കോളേജുകളിൽ ഇന്റഗ്രേറ്റഡ് BEd, ഡിഗ്രി BSc BEd സയൻസ് വിഷയത്തിൽ തന്നെ 4 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് BSc-യും BEd-ഉം പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. NCET എന്നുള്ള എൻട്രൻസ് പരീക്ഷയാണ് അതിന് എഴുതേണ്ടത്. ആ പരീക്ഷ വഴി നമുക്ക് BSc BEd കോഴ്സിലേക്ക് ചേരാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഞാൻ പ്രസന്റേഷൻ ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ സമയം നിങ്ങൾക്ക് പിന്നെ സംശയങ്ങൾ ചോദിക്കാനുള്ള
അവസരമാണ്. പ്ലസ് ടു കഴിഞ്ഞ പ്രത്യേകിച്ച് സയൻസ് വിഷയത്തിൻ്റെതായതുകൊണ്ട് സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു പ്രസന്റേഷൻ നടത്തിയെന്ന് മാത്രം. കാരണം നമുക്കറിയാം സ്ക്രീനിന് മുമ്പിൽ കുറേ സമയം ഇരുന്ന് ക്ലാസ് കേൾക്കുക എന്നുള്ളത് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. ഒന്നിക്കാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വരാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം. ഓക്കെ, എല്ലാവരും ഇല്ലേ ഇവിടെ? യെസ് സർ. ഹലോ. സർ ആ ഓക്കെ ഓക്കെ. ഹലോ. യെസ്, പറഞ്ഞോളൂ. സാർ, ഈ IIT പാലക്കാടിനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നല്ലോ. അതെ. ഈ IIT പാലക്കാടും നമ്മുടെ ഈ പിന്നെ റോബോട്ടിക്സ്, AI അതേപോലുള്ള എല്ലാ പിന്നെ കോഴ്സസും അവൈലബിൾ ആണ് അല്ലെ? BTech AI ആയാലും റോബോട്ടിക്സ്. ബിടെക്കില് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡ് വഴിയാണ് പാലക്കാടേക്കും വരിക. IIT പാലക്കാട് ആണെങ്കിലും JEE വഴിയാണ് വരിക. JEE അഡ്വാൻസ്ഡ് ജോസ കൗൺസിലിംഗ് വഴിയാണ് വരുന്നത്. Okay, next question. You can ask your doubts. സാർ, എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ്. പ്രീവിയസ് ആയിട്ടുള്ള ചില പറയൂ. സെഷൻസ് മിസ് ആയിട്ടുണ്ട്. അപ്പം അതിന്റെ റെക്കോർഡ് സെഷൻ ലഭിക്കുമോ? ഓക്കെ, അത് നമ്മുടെ CG ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ, നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ കിട്ടും, അവൈലബിൾ. ഓക്കെ. ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. പിന്നെ ധാരാളം റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ് ബയോടെക്നോളജി. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ധാരാളം ഓപ്പണിങ്സ് ഉള്ള ഒരു മൈക്ക് ഓപ്പൺ ആക്കിണ്ട. അല്ല, റമീസ് സർ പറഞ്ഞോളൂ. അപ്പോൾ ഒരു റിസർച്ച് മേഖലയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ, പ്രത്യേകിച്ച് ബയോടെക്നോളജിക്ക് എടുത്ത് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ബേസിക് സയൻസിന് ഒരു ഡിഗ്രി എടുക്കുക. സുവോളജിയോ കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബേസിക് സയൻസിന് ഒരു സയൻസ് ഡിഗ്രി എടുത്തിട്ട് PG ലെവലിൽ ഒരു MSc ബയോടെക്നോളജി, അല്ലെങ്കിൽ MSc ബയോ ഇൻഫർമാറ്റിക്സ്, അല്ലെങ്കിൽ MSc മോളിക്കുലർ ബയോളജി, ആ രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ഡിഗ്രി ലെവലിൽ എടുത്തിട്ട് ഒരു ഹയർ ലെവലിൽ റിസർച്ചിനൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ്. ലോങ് ടേം ആയിട്ട് കാണണം കരിയർ. അതേപോലെ തന്നെ ഒരു ചെറിയ സജഷൻ സാർ. ഇപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പറഞ്ഞു, ഇന്ത്യയിലുള്ള മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏർലി സ്റ്റേജിൽ ഇപ്പം എന്താ പറയേണ്ടത്, +1 തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ +2 തുടങ്ങുന്ന സമയത്തോ ഇത് നമുക്ക് ആസ് എ പാരന്റ് നിലക്കും അതുപോലെ സ്റ്റുഡൻസ് നിലക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് എത്താമായിരുന്നു. ഇതിപ്പം +2 കഴിഞ്ഞ് ഇപ്പം എൻ്റെ മകൻ എക്സാം എഴുതി കഴിഞ്ഞു, അല്ല എൻ്റെ മകളെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് ടൈം ഓഫ് പീരീഡിൽ ഇത്രയും കോളേജിനെ പറ്റി അറിയാനും ഇതാക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഒരു പക്ഷേ സാർ പറഞ്ഞ പോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കൊടുക്കുന്നത് തന്നെ ഇപ്പം +1 ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്ന സമയത്ത് കുട്ടികളൊന്നും വേണ്ടത്ര അതിനെ കുറിച്ചുള്ള ഒരു ഗൗരവമോ ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. പറഞ്ഞതുപോലെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് കുട്ടികൾ അതിന്റെ ഒരു സീരിയസ്നെസ് ആകുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. നേരത്തെ സർക്കാർ സംവിധാനത്തിൽ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. +1 തന്നെയാണ് ഇപ്പോൾ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആ ഒരു സംവിധാനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിജിയിലും പിന്നെ +1 SLC ഒന്നുമില്ല, ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെ പ്രോഗ്രാമുകളുണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യാം. അത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്, ഗ്രൂപ്പ് കൗൺസിലിംഗ് പ്രോഗ്രാമുകളുണ്ട്. സിജിയിലാണെങ്കിൽ അതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തപസ്യായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഉപയോഗപ്പെടുത്താത്ത പ്രശ്നമല്ലോ. അതെ, അത് ഉപയോഗപ്പെടുത്താത്ത പ്രശ്നമേ ഉള്ളൂ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സിജിയിലുള്ളത് റമീസ് മാഷ് പറഞ്ഞു, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം വരെ ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. ഇപ്പൊ വെബിനാറൊക്കെ ആകുന്ന സമയത്ത് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. സിജിയിൽ അങ്ങനല്ല, ഇൻഡിവിജ്വൽ മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്ക് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആര് എപ്പോൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. പ്രോഗ്രാമുകൾ ഏറെക്കുറെ ഗവൺമെന്റ് സംവിധാനത്തിലും പ്രൈവറ്റ് സംവിധാനത്തിലും ഒക്കെ ഉണ്ട്. പക്ഷെ പുതിയൊരു ജനറേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താണോ ആവശ്യം ആ സമയത്ത് മാത്രമേ അന്വേഷിക്കുള്ളൂ. ഒരു മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒന്നും പൊതുവെ ഇല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാന ഒരു പോയിന്റ് ആണ്. 10 കഴിഞ്ഞ ഒരു കുട്ടി 10 ശേഷം എന്ത് എന്നതിന് മുന്നേ 12 ശേഷം എന്ത് എന്ന് തീരുമാനിക്കുകയും +1 +2 പഠിക്കുന്ന സമയത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ സമയബന്ധിതമായിട്ട്
പ്ലാനിങ് നടക്കണം. അപ്പൊ ഈ രീതിയിലുള്ള പ്രോഗ്രാമുകളൊക്കെ കുട്ടികളെ മാക്സിമം ഉപയോഗപ്പെടുത്തട്ടെ. ഓക്കെ, ഒരു ചോദ്യം എഴുതി കാണിക്കുന്നുണ്ട്. ഫുഡ് ടെക്നോളജിയാണ്. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പാക്കഡ് ഫുഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പാക്കഡ് ഫുഡുകൾ. അപ്പൊ അങ്ങനെയുള്ള പാക്കഡ് ഫുഡ് യൂണിറ്റുകളിൽ, ഫുഡ് പ്രോസസ്സിംഗ് സെന്ററുകളിൽ, അതിന്റെ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് +2 സയൻസ് കഴിഞ്ഞിട്ട് കീം എഴുതിയിട്ട് തന്നെ ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സ് ഉണ്ട്. ബിടെക്കിൽ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, ബിടെക് ഫുഡ് ടെക്നോളജി. പിന്നെ സാധാരണഗതിയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണെങ്കിലും BSc ഫുഡ് സയൻസ് ഫുഡ് സയൻസ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ തൃശ്ശൂർ മണ്ണൂത്തിയിൽ ബിടെക് ഫുഡ് ടെക്നോളജി ഉണ്ട്. വെറ്ററിനറി സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട് പൂക്കോട്, വയനാട്, അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കുഫോസ് ഫിഷറീസ് യൂണിവേഴ്സിറ്റിന്റെ എറണാകുളം, ഇവിടെയൊക്കെ ബിടെക് ഫുഡ് ടെക്നോളജി അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ് കേരളത്തിലെ കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് വഴി അതിലേക്ക് വരാവുന്നതാണ്. ഓക്കെ. പിന്നെ സയൻസ് കഴിഞ്ഞ ആൾക്ക് CA പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറ്റുമെന്ന് മാത്രം ഇപ്പോൾ പറയാണ്, വിശദീകരണം ഇപ്പം പറയുന്നില്ല. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. സയൻസുമായി ബന്ധപ്പെട്ട ഡൗട്ടിന് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ. ആർക്കിടെക്ട് സാർ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ആരോ ഒരാൾ നാട്ട പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നാട്ട എന്നുള്ള പരീക്ഷയാണ് എഴുതേണ്ടത്. നാട്ടാന്റെ സ്കോർ വെച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. കേരളത്തിലാണെങ്കിൽ കീമിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. നാട്ട സ്കോർ കീം വഴി കൊടുത്തിട്ടാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് നമുക്ക് കേരളത്തിൽ പ്രവേശനം കിട്ടുക. അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? സാറേ ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞത് മെഡിക്കൽ മേഖലയിൽ നിങ്ങൾ നീറ്റ് എന്ന പരീക്ഷ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഇത് പറഞ്ഞു. അത് ശരിയായ ഒരു നല്ലൊരു ഇതാണ്. കാരണം വെച്ചാൽ മറ്റൊന്നും ഇല്ലാന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതായത് മെഡിക്കൽ പ്രവേശനത്തിന് ഇന്ത്യയിൽ നീറ്റ് പ്രവേശന പരീക്ഷ മാത്രമേ ഉള്ളൂ. MBBS, BDS, ആയുർവേദ, ഹോമിയോ അങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിൽ നീറ്റ് പ്രവേശന പരീക്ഷ മാത്രമേ ഉള്ളൂ. അതെ, പാരാമെഡിക്കൽ കോഴ്സിന് പ്രവേശന പരീക്ഷ ഇല്ലതാനും. പാരാമെഡിക്കൽ കേരളത്തിൽ പ്രവേശന പരീക്ഷ ഇല്ല. പക്ഷെ ജിപ്മറിൽ നീറ്റ് വഴിയാണ് നോക്കുന്നത്. പിന്നെ അതേപോലെ എയിംസിലാണെങ്കിൽ എയിംസിന്റെ പ്രത്യേക എൻട്രൻസ് ഉണ്ട്. കർണാടകയിൽ BSc നഴ്സിംഗിന് എൻട്രൻസ് ഉണ്ട്. അങ്ങനെ അത് ഓരോരുത്തരും വ്യത്യാസമുണ്ട്. കർണാടകയിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എൻട്രൻസ് പരീക്ഷകൾ കേരളത്തിലെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതാം. അവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് അഡ്മിഷൻ കിട്ടുക. പ്രൈവറ്റ് സ്ഥാപനം അഡ്മിഷൻ കിട്ടുക, ഗവൺമെന്റ് സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടൂല. അത് അവിടുത്തെ നേറ്റീവ്സിന് മാത്രമേ കിട്ടൂ. ഓക്കെ. IIT പാലക്കാട് വലിയൊരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ? അല്ലല്ല, IIT തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ കാലം, ഏകദേശം ഒരു 10 വർഷത്തോളമായി. മറ്റു സ്ഥാപനങ്ങളെ പോലെ തന്നെ വലിയ ക്യാമ്പസ് തന്നെയാണ്. പോകുന്ന മികച്ച നിലവാരത്തിലുള്ള സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാവുന്ന. സാർ, മെഡിക്കൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്പർ ഏജ് ലിമിറ്റ് എത്രയാണ്? മീൻസ് എൻട്രൻസിനല്ല, കോഴ്സുകൾക്ക് പഠിക്കാനുള്ളത്. കോഴ്സിന്റെ അപ്പർ ഏജ് ലിമിറ്റ് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം അതിന്റെ അങ്ങനെ ഒരു ചോദ്യം വരാറില്ല. സാധാരണ ഇതിൽ പ്രോസ്പെക്ടസ് വരുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഡിപ്ലോമയുടെ പ്രോസ്പെക്ടസ് വിളിക്കും. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സൈക്കോളജിക്ക് എൻട്രൻസ് എക്സാം ഉണ്ടോ? സൈക്കോളജിക്ക് പുതിയ കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ നിയമ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സമീപ ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറെ മാറ്റങ്ങൾ ആ മേഖലയിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ നേരത്തെ അത് സയൻസ് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻട്രൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇക്കൊല്ലം എന്തായാലും ഇല്ല. ഈ വർഷം ഇപ്പൊ നേരത്തെ BOTക്കും BPTക്കും ഒക്കെ നീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ അത് പിൻവലിച്ചു, ഇക്കൊല്ലം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തായാലും ഒരു പുതിയൊരു സംഭവം വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ അത് അപ്ലൈ ചെയ്യൂല. 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് നിർബന്ധമാക്കുകയുള്ളൂ. ഇപ്പൊ BSc നഴ്സിംഗിന്റെ എൻട്രൻസ് പരീക്ഷ അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞത് എല്ലാ സ്റ്റേറ്റിലും നിർബന്ധമായിട്ടും എൻട്രൻസ് പരീക്ഷ വഴിയേ BSc നഴ്സിംഗിന് പാടുള്ളൂ എന്നാണ്. പക്ഷെ കേരളം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഓരോ വർഷവും ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. കേരളത്തിന്റെ സമീപത്തുള്ള മറ്റ് സ്റ്റേറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ആ രീതിയിലാണ് വരിക. അപ്പൊ ഇപ്പൊ നിലവില് BSc സൈക്കോളജിക്ക് എൻട്രൻസ് ഒന്നുമില്ല. സാധാരണ നിലവിലുള്ള പോലെ തന്നെ പോവാം. നേവൽ ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. നേവൽ ആർക്കിടെക്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി. നേവൽ ആർക്കിടെക്ചർ നമുക്ക് കേരളത്തില് കുസാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ കുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ വഴി നമുക്ക് കേരളത്തിൽ ബിടെക് നേവൽ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. ഇനി അതല്ല കേരളത്തിന് പുറത്ത് മറ്റു സ്ഥാപനങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ എൻട്രൻസ് പരീക്ഷ വഴി നേവൽ ആർക്കിടെക്ചറിലേക്ക് വരാം. പിന്നെ IITന്റെ JEE അഡ്വാൻസ്ഡ്, അതുവഴി നമുക്ക് IITകളിൽ പല സ്ഥാപനങ്ങളിലും നേവൽ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. പിന്നെ BPTക്ക് നിലവിൽ കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും
എൻട്രൻസ് പരീക്ഷ ഈ വർഷം തൽക്കാലം ഇല്ല. അടുത്ത വർഷത്തിൽ നമുക്ക് അടുത്ത വർഷം ആലോചിക്കാം. ഈ വർഷം നിർബന്ധമാക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെങ്കിൽ അത് ഇടക്കാലത്ത് വെച്ച് പിൻവലിച്ചു. ഇപ്പൊ നിലവിൽ +2 മാർക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ പ്രവേശനം നേടാവുന്നതാണ്. BSc മെഡിക്കൽ ഫീൽഡിലെ BSc ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഇതൊക്കെ എന്തൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ BSc ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള കോഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു PG കൂടി എടുക്കുക, MSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ എന്നുള്ള കോഴ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ഡയറ്റീഷ്യനായിട്ട് ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലൊക്കെ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിലെ എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അത് ഏതാണെന്ന് അറിയോ സാർ? ഏത് കോളേജിലെ കോഴ്സ് ഉള്ളത്? അവിടെ സെന്റ് തോമസ് കോളേജ്, സെന്റ് മേരീസ് കോളേജ് അവിടെയൊക്കെ ഉണ്ട് എറണാകുളത്ത്. ടൗണിൽ തന്നെ 1-2 കോളേജില്ല എറണാകുളത്ത്, അവിടെയൊക്കെ അവൈലബിൾ ആണ് ഈ ഡയറ്റീഷ്യൻ ന്യൂട്രീഷൻ കോഴ്സുകൾ അവൈലബിൾ ഉണ്ട്. പിന്നെ ഒപ്റ്റോമെട്രിയുടെ കാര്യം ഒന്ന് സ്പെസിഫൈ ചെയ്യോ? പാരാമെഡിക്കലിൽ വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് BSc ഓപ്റ്റോമെട്രി എന്നുള്ളത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ താരതമ്യേന തൊഴിൽ സാധ്യത വളരെ കുറഞ്ഞൊരു പാരാമെഡിക്കൽ കോഴ്സാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ ഒപ്റ്റിക്കൽ ഷോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തൊക്കെ ആണെങ്കിലും ഈ BSc ഓപ്റ്റോമെട്രി കഴിഞ്ഞ ആളുകൾക്ക് വളരെ ചെറിയൊരു ചാൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ 4 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ് ആയിട്ട് തന്നെയാണ് ഉള്ളത്, ഡിഗ്രി കോഴ്സ് ആയിട്ട്. സാറേ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ BSc ചെയ്യുമ്പോഴേക്കും അത് വേറെ ഹോസ്പിറ്റൽ ഫീൽഡ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ നമുക്ക് ജോലി സാധ്യത ഉണ്ടോ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്. പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ കമ്പനികൾ, ഫുഡ് പ്രോസസ്സിങ്, ഫുഡ് പാക്കിംഗ്, അങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതിന്റെ ക്വാളിറ്റി കൺട്രോളറായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ആ കോഴ്സ് തന്നെ കഴിയണം. അത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാം. റെയിൽവേയിലും അവസരമുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ. കുസാറ്റില് IMU CET എന്നുള്ള പരീക്ഷ വഴിയാണോ ഈ മറൈൻ എഞ്ചിനീയറിംഗിന് അത് വഴിയാണ്. മറൈൻ എഞ്ചിനീയറിംഗിന് മാത്രം ആ പരീക്ഷയാണ് എഴുതേണ്ടത് അല്ലേ? ആ പരീക്ഷ എഴുതണം. ആ പരീക്ഷ നേരിട്ട് പരീക്ഷ ഇല്ല. കുസാറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കുസാറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമോ, പിന്നെ പരീക്ഷ ഇതാണ്. മൈക്രോബയോളജി പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ സാർ? ഏത് പഠിച്ചാല്? BSc മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ലാബില്, ഹോസ്പിറ്റലുകളിലൊക്കെ, ക്ലിനിക്കിലൊക്കെ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ഒരു BSc മൈക്രോബയോളജി കഴിഞ്ഞ ഒരു MSc കൂടി എടുക്കാൻ ശ്രമിക്കുക. ഒരു MSc മൈക്രോബയോളജിയും കൂടി ഉണ്ടെങ്കിൽ സാധ്യത ഉണ്ടാവും. റിസർച്ചിലും ക്ലിനിക്കിലും ലാബിലൊക്കെയാണ് അവസരം ഉണ്ടാവും. ഈ മൈക്രോബയോളജിക്ക് ശേഷം ഇപ്പം പല വിദ്യാർത്ഥികളും എംബ്രിയോളജി, MSc എംബ്രിയോളജി എന്ന കോഴ്സിന് പോകുന്നു കാണാം. അതിന്റെ കൂടുതൽ പറ്റി അറിയാമോ? അതിനെ പറ്റി കൂടുതൽ സംസാരിക്കണം. എംബ്രിയോളജി അതും ഒരു റിസർച്ചിലേക്ക് വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അത്തരം ഗവേഷണ മേഖലയിലൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ MSc എംബ്രിയോളജി സയൻസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവൈലബിൾ ആണ്. അതെ, അത് 2 വർഷത്തെ കോഴ്സിന് പലയിടത്തും 15 ലക്ഷം 20 ലക്ഷം രൂപയാണ്. അത് ഇപ്പോ ഈ പുതിയ കാലഘട്ടത്തിലുള്ള പലതരത്തിലുള്ള റിസർച്ച് ആ മേഖലയിൽ നടക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു പിന്നെ സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ്. വ്യാപകമായിട്ട് ആ കോഴ്സ് ഇല്ല. യെസ്. പിന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. DPharm കോഴ്സ് പല വിദ്യാർത്ഥികളും പഠിച്ചിരുന്നു. അതിന്റെ ഇപ്പോഴത്തെ സ്കോപ്പ് എന്താണെന്ന് അറിയോ? അതായത് DPharmനെ ഡോക്ടർ ഓഫ് ഫാർമസി, ഫാം ഡി ആണോ? ഫാം ഡി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ സർവീസ് ആണ്. ഇത് ഇപ്പൊ ഡോക്ടർ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ രോഗകാരണങ്ങൾ ഇതൊക്കെ ഡോക്ടർ ഷീറ്റിൽ എഴുതും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെടുത്ത് പോകണം? ഫാം ഡി കാരനപ്പുറം ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അയാളാണ് ഇതൊക്കെ നോക്കിയിട്ട്, രോഗകാരണങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് അതിന് പറ്റിയ മരുന്ന് എഴുതണം. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, എന്ത് മരുന്നാണ് വേണ്ടതെന്നൊക്കെ എഴുതേണ്ടത് ഫാം ഡി കാരനാണ്. അപ്പൊ ക്ലിനിക്കൽ സർവീസ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ഹോസ്പിറ്റലുകളിൽ മാത്രം, വളരെ ചുരുക്കം പോസ്റ്റുകളിൽ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം ഡോക്ടർമാർ തന്നെയാണ് മരുന്ന് എഴുതുന്നത്. അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല ഇവിടെ.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് വളർന്നു വരുന്നേ ഉള്ളൂ. അങ്ങനെ വ്യാപകമായിട്ടൊന്നും വന്നിട്ടില്ല. പ്രധാനപ്പെട്ട ചില ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിൽ ഈ ഒരു ക്ലിനിക്കൽ സർവീസ് ഫാം ഡിക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ നാട്ടിലുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ബി ഫാം എം ഫാം ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ മെഡിക്കൽ സ്ക്രൈബിങ്, മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിച്ച ഒരു ഇതുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രധാനമാണോ എന്താണെന്നുള്ളത്? അതും ഈ പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലാണ് ഇങ്ങനത്തെ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ഈ ലൈസൻസ് പിന്നെ ഈ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമാണ്. എല്ലാം ആ രീതിയിലാണ് അവിടെയൊക്കെ. ഇവിടെ നിന്ന് ആ ഒരു രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള പല കമ്പനികളും പിന്നെ അത്തരത്തിലുള്ള ആളുകൾ ഔട്ട്സോഴ്സ് ചെയ്യണം. ഇവിടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു ചെറിയൊരു ജോലി എന്നുള്ള നിലക്ക് അത് ഒരു ഔട്ട്സോഴ്സിങ് ജോലിയായിട്ട് നമുക്ക് കൊണ്ടുപോകാന്നല്ലാതെ വലിയൊരു ഇതായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ചൊരു പിന്നെ അമേരിക്കൻ അസെൻഡിങ്ങിലുള്ള ലാംഗ്വേജും അതേപോലെ തന്നെ മെഡിക്കൽ ടേംസ് കുറച്ച് പരിചയമൊക്കെ ആയി ആര് കുറച്ച് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ആളുകളാണെങ്കിൽ ആ രീതിയിൽ അത്തരത്തിലുള്ള കോഴ്സ് ഒരു ചെറിയ ജോലി എന്നുള്ള നിലക്ക് പല കമ്പനികളും അത് ചെയ്യുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ പിന്നെ മെഡിക്കൽ ഫീൽഡിലായാലും എഞ്ചിനീയറിംഗ് മേഖലയായാലും ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ജോലി സാധ്യത കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ ഏതെങ്കിലും കോഴ്സുകളുണ്ട്. ഇപ്പം ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ജോലി സാധ്യത എന്നുള്ളത് പിന്നെ വളരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണ്, കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഏതെങ്കിലും കോഴ്സുകൾ മെഡിക്കൽ മേഖല അല്ലെ എഞ്ചിനീയറിംഗ് മേഖല ഏതെങ്കിലും തരത്തിൽ പുതിയതായിട്ട് പിന്നെ ആളുകൾ കേൾക്കാത്ത അറിയാത്ത ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യം. അതായത് ജോലി കിട്ടുക എന്നുള്ളത് അതിന് കുറെ ഘടകങ്ങളുണ്ട്. ഒരു കോഴ്സ് കഴിഞ്ഞത് കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല. അപ്പൊ ആ കുട്ടീന്റെ അതിലുള്ള സ്കില്ല്, കഴിവ്, എക്സ്പീരിയൻസ്, അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ പിന്നെ പിന്നെ റയർ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ അത് അങ്ങനത്തെ കോഴ്സുകളായാലും പിന്നെ കുട്ടിക്ക് ആ മേഖലയിൽ വേണ്ടത്ര നൈപുണ്യം ഇല്ലെങ്കിൽ ജോബ് മാർക്കറ്റിൽ പിന്തള്ളപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇപ്പം ടോപ്പിൽ നിൽക്കുന്നത് IT തന്നെയാണ്. IT തന്നെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറെ മേഖലകളുണ്ടല്ലോ. AI ഉണ്ട്, ഡാറ്റാ സയൻസ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അതൊക്കെ ഇപ്പം ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ പിന്നെ ആ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് മാത്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അവിടെ തിളങ്ങാനുള്ള നല്ല കഴിവുള്ള അപ്ഡേറ്റ് ചെയ്യണം. പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയും ആ രീതിയിൽ വളരെ പിന്നെ സ്കിൽഡ് ആയിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ആ AI-യിലും ഡാറ്റാ സയൻസിലും സൈബർ സെക്യൂരിറ്റി ഒക്കെ തിളങ്ങാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ ജസ്റ്റ് ഒരു കോഴ്സ് കഴിഞ്ഞത് കൊണ്ട് മാത്രം ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ അതെല്ലാം കുട്ടീനെ ആശ്രയിച്ചിരിക്കും, ഡിപ്പെൻസ് അപ്പോൺ. നേരത്തെ സയൻസ് ടീച്ചേഴ്സ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞിരുന്നു. സയൻസിന്റെ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ വിഷയമായിട്ട് കൂടുതൽ പറയാൻ പറ്റുമോ? നമുക്ക് കേരളത്തില് പിന്നെ കാസർഗോഡ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ BSc B.Ed കോഴ്സ് അവൈലബിൾ ആണ്. NIT കാലിക്കറ്റിൽ BSc B.Ed കോഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ 2-3 സെൽഫ് ഫൈനാൻസിങ് ഓട്ടോണമസ് കോളേജുകൾ ഇപ്പൊ ഈ പുതിയൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്കിപ്പോ സയൻസിന്റെ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ BSc B.Ed കഴിഞ്ഞിട്ട് നമുക്ക് സയൻസിന്റെ ഫിസിക്സോ കെമിസ്ട്രിയോ സുവോളജിയോ ബോട്ടണിയോ മാത്സോ ഏതാന്ന് വെച്ചാൽ ആ മേഖലയിൽ അതിന്റെ ആ വിഷയം എടുത്തിട്ട് പഠിച്ചിട്ട് അതിലേക്ക് ടീച്ചറാവും. അപ്പോൾ ഡിഗ്രിയും B.Ed-ഉം ഒരുമിച്ചിട്ടുള്ള കോഴ്സാണ് BSc B.Ed എന്നുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഒരു വർഷം ഒരു വർഷം ലാഭിക്കാം. ഇപ്പോൾ B.Ed 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം ഡിഗ്രി വരും. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം B.Ed വരും. അപ്പോൾ 3 കൊല്ലത്തെ 2 കൊല്ലത്തെ ആണെങ്കിൽ 3 2 5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് 4 കൊല്ലം താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് വിട്ടാൽ മതി. ഈ പരീക്ഷ എഴുതിയിട്ട് അതിലേക്ക് വിടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ചുരുങ്ങിയ ഫീസിൽ നമുക്ക് പഠിക്കാനും പറ്റും. മികച്ച ഫാക്കൽറ്റീസിന്റെ കീഴിൽ പഠനം നടത്താൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 4 വർഷം എന്ന് പറയാൻ പറ്റുമോ? പുതിയ ഡിഗ്രി ഇപ്പോൾ 4 വർഷമായിട്ടാണല്ലോ ഓണേഴ്സ് ഡിഗ്രി. അതായത് അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി കിട്ടും. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഒരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ 3 കൊല്ലത്തെ ഡിഗ്രി മതി, അപ്പോൾ പഴയതുപോലെ തന്നെയുള്ള 3 കൊല്ലത്തെ ഡിഗ്രി കിട്ടും. എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. 4 കൊല്ലം കൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ PG പോകുന്ന സമയത്ത് 1 കൊല്ലം പഠിക്കേണ്ടതുള്ളൂ. 4 കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞ കുട്ടി 1 വർഷമേ PG പഠിക്കേണ്ടതുള്ളൂ. ഇനി അതേപോലെ തന്നെ ഒരു 80% എബോവ് മാർക്കോടുകൂടി നല്ല അക്കാഡമിക് പെർഫോമൻസോടുകൂടി കോഴ്സ് പൂർത്തിയാക്കുന്ന കുട്ടിയാണെങ്കിൽ PG ഇല്ലാതെ തന്നെ PhD റിസർച്ചിന് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 വർഷം പഠിക്കേണ്ടി വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട്. സ്കൂൾ ടീച്ചർ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിലുള്ള 3 കൊല്ലത്തെ ഡിഗ്രിയും 2 കൊല്ലത്തെ B.Ed-ഉം ആണെങ്കിൽ 5 കൊല്ലം വേണ്ടി വരും. അത് ഇന്റഗ്രേറ്റഡ് ആകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 വർഷം തന്നെ വേണ്ടി വരും. ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ 4 കൊല്ലം മതി.
ഇപ്പോഴത്തെ സാഹചര്യത്തിലും അങ്ങനെ തന്നെ മതി. ഇപ്പൊ മതി പുതിയത് 4 കൊല്ലത്തെ കോഴ്സ് 4 കൊല്ലത്തെ കോഴ്സ് തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ എല്ലാ ഓക്കെ, ഡിഗ്രികളും 4 വർഷം ആക്കി എന്നല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതില് 2 ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 3 കൊല്ലങ്ങൾക്ക് സാധാരണ ഡിഗ്രി എന്ന നിലക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്, 4 കൊല്ലത്തെ ഡിഗ്രി ഉണ്ട്. ഇപ്പൊ ആ BSc B.Ed 4 കൊല്ലത്തെ കോഴ്സാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാർട്ട് അതെ ചെയ്തു. ഇവിടെ ഓക്കെ കാസർഗോഡ് ഓക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അതെ NIT കാലിക്കറ്റ് അവൈലബിൾ ആണ്. ഓക്കെ താങ്ക് യു. ഓക്കെ, വെൽക്കം വെൽക്കം. സാറേ ഈ പിന്നെ AI പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ പറയണ്ട, 2 ആൾ പറയുന്നുണ്ടെന്ന്. യെസ്, പറഞ്ഞ റിപ്പീറ്റ് ചെയ്തോ. അതായത് സാറേ ഈ AI കോഴ്സസ് ഉണ്ടല്ലോ, AI കോഴ്സസ് അല്ലെങ്കിൽ പിന്നെ ഈ റോബോട്ടിക്സ് കോഴ്സസ് കേരളത്തിനകത്ത് ഈ പറയുന്ന പോലെ IIT-യിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, അതോ വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് അറിയാവോ? അതുപോലെ കേരളത്തിൽ തന്നെ നിരവധി എഞ്ചിനീയറിംഗ് കോളേജിൽ AI റിലേറ്റഡ് ആയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് റോബോട്ടിക്സ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള നിരവധി കോളേജുകൾ കേരളത്തിലുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഗവൺമെന്റ് കോളേജിലുണ്ട്, സെൽഫ് ഫൈനാൻസിങ് കോളേജിലുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് പോവാതെ പിന്നെ BSc സാറ് പറഞ്ഞിരുന്നല്ലോ BSc-യുടെ പിന്നെ സെപ്പറേറ്റ് കോഴ്സസ് ഉണ്ട്. ഈ എന്താണ് പറയാ AI-ക്കാണോ അതോ റോബോട്ടിക്സ് BSc റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞുള്ള കോഴ്സസ് ഉണ്ടല്ലോ. അപ്പൊ അത് പ്ലസ് 2 കഴിഞ്ഞ ഉടനെ നമുക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ജോയിൻ ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ലേ അത്? എൻട്രൻസ് ഇല്ലാതെ പോകുന്നതാണെങ്കിൽ BSc ലെവലിലുള്ള കോഴ്സുകൾക്ക് ചേരാം, എൻട്രൻസ് വേണ്ട. BCA കോഴ്സുകൾക്ക് എൻട്രൻസ് ഇല്ലാതെ ചേരാം. ബിടെക് ആണെങ്കിൽ കേരളത്തിൽ കീം എൻട്രൻസ് വഴി, എഞ്ചിനീയറിംഗ് എൻട്രൻസ് വഴിയാണ് ബിടെക്കിന് ചേരാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഈ BSc കോഴ്സ് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കോഴ്സ് ഉണ്ടാവും അല്ലേ? BSc ആണെങ്കിൽ 4 കൊല്ലത്തെ കോഴ്സാണ്. ഇപ്പം എല്ലാ ഡിഗ്രി കോഴ്സും 4 കൊല്ലം ആക്കിയിട്ടുണ്ട്. 3 കൊല്ലത്തെ മതിയെങ്കിൽ നിങ്ങൾക്ക് 3 കൊല്ലത്തെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതിനുശേഷം ഇപ്പം ഒരു ജോലി സാധ്യതയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഈ BSc-ക്കാണോ അതോ പ്രിഫറൻസ് കൂടുതൽ കിട്ടുക, അതോ ബിടെക്കിനായിരിക്കോ കൂടുതൽ പ്രിഫറൻസ് കിട്ടുക ജോലി സാധ്യതയുടെ അവസ്ഥ വരുമ്പോൾ? ഇതെല്ലാം എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ ബിടെക്കിനാണ് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാകുക. ഇനി കുട്ടിയുടെ കഴിവും നല്ല സ്കില്ലുള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് BSc വെച്ചിട്ടും BCA വെച്ചിട്ടും കയറുന്ന എത്രയോ കുട്ടികളുണ്ട്. IT ഫേമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ കാണാൻ പറ്റും. BSc കഴിഞ്ഞവരാണ്. അദ്ദേഹത്തെ ബിടെക് കഴിഞ്ഞിട്ട് വേണ്ടത്ര പെർഫോമൻസ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പൊ അതെല്ലാം ഡിപ്പെൻസ് അപ്പോൺ ആണ്. നിങ്ങൾക്ക് ബിടെക് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇനി അതെല്ലാം എൻട്രൻസും മറ്റൊക്കെ പ്രയാസങ്ങളുണ്ട്, നിങ്ങളുടെ നാട്ടിന്റെ അടുത്ത് വീട്ടിന്റെ അടുത്തൊക്കെ ഉള്ള BSc കോഴ്സ് ഉണ്ടെങ്കിൽ അതാണ് സൗകര്യമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, നോ പ്രോബ്ലം. BCA കോഴ്സിന്റെ നിലവിലെ ഇപ്പോഴത്തെ സാധ്യതകൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ BCA ചെയ്താൽ PG MCA ചെയ്യണം നിർബന്ധമുണ്ടോ? അതല്ല, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻസ് അപ്പോൺ സ്റ്റുഡന്റ്. കുട്ടി നല്ല സ്കില്ലുള്ള കുട്ടിയാണെങ്കിൽ ജസ്റ്റ് BCA കൊണ്ട് തന്നെ കുട്ടിക്ക് IT ഫേമിലേക്ക് അടിച്ചു കയറാം. ഇനി അത് അത്രത്തോളം വേണ്ടത്ര കഴിവില്ലെങ്കിൽ പിന്നെ നമുക്കൊരു MCA എല്ലാം ചെയ്ത് അതിലൊരു സ്പെഷ്യലൈസേഷൻ ഒക്കെ ചെയ്ത് കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പൊ IT ഫേമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ കോഴ്സുകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും എല്ലാം അവിടെ വാല്യൂ. അത് ജസ്റ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ള നിലക്കല്ലാതെ നിങ്ങളുടെ കുട്ടിയുടെ കഴിവാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അവിടെ ചിലപ്പോൾ കുറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള കുട്ടിയാണെങ്കിലും മികച്ച കഴിവുള്ള കുട്ടിയാണെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും. അതേസമയത്ത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, വേണ്ടത്ര സ്കില്ലില്ലാത്ത ആളാണെങ്കിൽ ചിലപ്പം ആ എൻട്രി ലെവലിൽ തന്നെയാണ് ഉണ്ടാകുക, ഹയർ ലെവലിലേക്ക് പോകാൻ സാധിച്ചെന്ന് വരില്ല. ഓക്കെ, ക്ലിയർ? യെസ്. മൈക്രോബയോളജിയും MSc-യും പഠിച്ച കുട്ടികൾ പറയുന്നുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാല് സാലറി കുറവെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് സംബന്ധമായിട്ട് വേറെ എന്ത് പഠിച്ചാലാണ് അങ്ങനെ കിട്ടുക? അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ കേരളത്തിലെല്ലാം ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും സാലറി കുറച്ച് കുറവ് തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ പൊതുവെ ഏത് ഫീൽഡിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാലറി കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നമുക്ക് മറ്റൊന്ന് നോക്കാനുള്ള ഗവൺമെന്റ് സെക്ടറിൽ കേരളത്തിൽ തന്നെ ജോലി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ കയറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അത് PSc വഴി കയറാം, പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സർവീസ് വഴി കയറാം, അങ്ങനെയൊക്കെ നോക്കാം.
പിന്നെ അതല്ലെങ്കിൽ പിന്നെ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ ഉയർന്ന ശമ്പള സ്കെയിലിൽ നമുക്ക് പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ ഒരു MSc ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും മികച്ച ശമ്പളം വിദേശ രാജ്യങ്ങളിൽ കിട്ടാനുള്ള സാധ്യത. മൈക്രോബയോളജി ആണെങ്കിലും ബയോ കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ. ഓക്കെ. റമീസ് മാഷ്, നമ്മുടെ ഷെഡ്യൂൾ ടൈം പ്രകാരമുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം ആയിട്ടുണ്ടല്ലേ? ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാർ, വളരെ ഈ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഒന്ന് പറയാവോ? ആവർത്തനങ്ങളില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫാമിന്റെ ഓപ്പർച്യൂണിറ്റി ഒന്ന് പറയാവോ? ബിഫാം ഇപ്പൊ കെമിസ്ട്രിയിൽ നല്ല താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ബിഫാമിന് പോവുക. കാരണം കെമിസ്ട്രി ഓറിയന്റഡ് ആയിട്ട് ഒരു സബ്ജക്ട്, ഒരു കോഴ്സാണ് ബിഫാം എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെഡിക്കൽ ഷോപ്പിലും അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് MPharm എടുത്തിട്ട് നമുക്ക് അതിന്റെ ഫാർമസിന്റെ റിസർച്ച് മേഖലയിലേക്ക് പോകാം. ഫാർമസിന്റെ അക്കാഡമിക് ടീച്ചിങ് മേഖലയിലേക്ക് വരാം. അതുപോലെ തന്നെ ധാരാളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്, അവിടെയൊക്കെ നമുക്ക് പിന്നെ അവസരങ്ങൾ ഉണ്ടാവും. ഫാർമസിസ്റ്റായിട്ടും അതുപോലെ തന്നെ ഫാർമസിന്റെ റിസർച്ച് മേഖലയിലൊക്കെ നിരവധി അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഹയർ ലെവലിൽ പോകാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ബിഫാം കഴിഞ്ഞിട്ട് ഒരു MPharm കൂടി എടുക്കുകയാണെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇനി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് സ്വന്തമായിട്ട് സ്വന്തം ലൈസൻസിൽ തന്നെ ബിഫാം കഴിഞ്ഞാൽ തുടങ്ങാം. അപ്പൊ ആ രീതിയിലുള്ള അവസരങ്ങളും സാധ്യതകളും ആ മേഖലയിലുണ്ട്. കെമിസ്ട്രിയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പൊ കെമിസ്ട്രിയിൽ താല്പര്യമുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ചേരുക. അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിലോ ഇതിന്റെ? ഡിപ്ലോമ ഇപ്പൊ കേരളത്തില് ഓക്കെയാണ്, നോ പ്രോബ്ലം. ഇനി സമീപ ഭാവിയിൽ അത് കേരളത്തിൽ ഡിപ്ലോമ സ്റ്റോപ്പ് ചെയ്യാനുള്ള ആലോചനകൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇനി വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ ഡിപ്ലോമ ഒരിക്കലും പിന്നെ സ്വീകാര്യമല്ല. വിദേശ രാജ്യങ്ങളിൽ ഫാർമസിസ്റ്റ് ഒക്കെ ആയിട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ബിഫാം ഡിഗ്രി എടുക്കുന്നതാണ് നല്ലത്. +1 +2 ഇന്റഗ്രേറ്റഡ് സ്കൂൾ പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് അറിയോ? ഇന്റഗ്രേറ്റഡ് ഏത് കോച്ചിങ്ങാ? എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഒപ്പം +1 +2 ഏതാ? നീറ്റാ, മെഡിക്കലാ, എഞ്ചിനീയറിംഗാ? എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നീറ്റ് എടുക്കാന്ന് വിചാരിക്കുന്നു. അതായത് എങ്ങനെ ആയാലും നമുക്ക് കുട്ടിയുടെ നല്ല എഫേർട്ട് ഉണ്ടെങ്കിൽ +2ന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് കോച്ചിങ് കിട്ടുന്ന കുട്ടികൾക്ക്, അങ്ങനെ കിട്ടുന്ന ധാരാളം കുട്ടികളുണ്ട്. എന്നാൽ ചേർന്നിട്ട് ഒന്നും കിട്ടാത്ത ധാരാളം കുട്ടികൾ അതും വേറെയുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ കാണണം. അപ്പൊ അത് പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റുഡന്റ്. അപ്പൊ കുട്ടീനെ ആശ്രയിച്ചിരിക്കും. കുട്ടി എത്രത്തോളം എഫേർട്ട് എടുത്ത് 2 കൊല്ലം ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ എൻട്രൻസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, എഫേർട്ട് എടുക്കുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുക. ഓക്കെ. അപ്പൊ അസ്കർ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. രമേശ് മാഷെ, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ധാരണക്കുറവിന്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കോപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താല്പര്യവും കഴിവുമാണ്. അപ്പൊ കുട്ടിക്ക് താല്പര്യം, ഒരു ജോലി, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ഏത് എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. രണ്ടാമത്തത് ആ മേഖലയിലേക്ക് പോകാനുള്ള കഴിവുണ്ടോ അല്ലേ നോക്കുകയാണ് വേണ്ടത്. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ജന്മനാ ഉള്ള കഴിവ്. അപ്പൊ താല്പര്യങ്ങളുണ്ട്, കഴിവില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രശ്നമാണ് കഴിവുകളുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ഒരു മേഖലയോട് താല്പര്യമില്ലെങ്കിൽ. അതുകൊണ്ട് കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് താല്പര്യവും കഴിവും എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ മക്കളുടെ കരിയർ ഗോൾ സെറ്റ് ചെയ്യണം, അഥവാ കരിയർ പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എഫേർട്ട്. പണിയെടുക്കുകയും വേണം. താല്പര്യമുണ്ട്, കഴിവുണ്ട്, അധ്വാനിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് റമീസ് സാർ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റുഡന്റ് സ്കിൽ എന്നുള്ള സംഗതി. എല്ലാവരും ചോദിക്കുന്നത് സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, നല്ല കോഴ്സ് ഏതാണ് എന്നൊക്കെയാണ്. സ്കോപ്പുള്ള ഒരു കോഴ്സ്, സ്കോപ്പ് ഇല്ലാത്തൊരു കോഴ്സ് എന്നൊന്നുമില്ല. സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും കോഴ്സുകൾക്കോ സ്ഥാപനങ്ങൾക്കോ അല്ല. നമ്മുടെ മക്കൾക്കാണ് സ്കോപ്പ് ഉള്ളതും നമ്മുടെ മക്കൾക്കാണ് സ്കോപ്പ് ഇല്ലാത്തതും. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഒരു മേഖലയിൽ ഉഷാറായാൽ, റമീസ് മാഷ് പറഞ്ഞതുപോലെ സ്കില്ല് ഉണ്ടായാൽ അവർക്ക് സാധ്യതകളുണ്ട്. നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു മേഖലയിൽ തിളങ്ങിയിട്ടില്ലെങ്കിൽ, ശോഭിച്ചിട്ടില്ലെങ്കിൽ സാധ്യതകളില്ല. അപ്പൊ എപ്പോഴാണ് ശോഭിക്കുക എന്നാണ് അടുത്ത ചോദ്യം. എപ്പോഴാണ് ശോഭിക്കുക? എഫേർട്ട് എടുക്കുന്ന സമയത്താണ്. എപ്പോഴാണ് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മുടെ മക്കൾ എഫേർട്ട് എടുക്കുക അവരവരുടെ താല്പര്യത്തിനും കഴിവിനും അനുസരിച്ച മേഖലയിൽ എത്തിയാലാണ്. അതുകൊണ്ട് താല്പര്യം, കഴിവ്, അധ്വാനം, ഈ 3 സംഗതികൾ ഒത്തിണങ്ങി വന്നാൽ എല്ലാറ്റിനും സാധ്യത ഉണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്മാച്ചുകൾ സംഭവിച്ചാൽ സാധ്യതയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരിയർ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നത്. തുടക്കത്തിൽ ഞാൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. സിജിയിൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സിജിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി.
ഇപ്പോൾ സമയം അധികരിച്ചിട്ടുണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷൻ സാർ ലീഡ് ചെയ്ത റമീസ് സാറിന് സിജിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കും സിജിയോടുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏതൊരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ, അല്ലെങ്കിൽ മൈക്ക് വെറുതെ മ്യൂട്ടായി പോയതാണോ? സാർ ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സീഡ ടെസ്റ്റ് പെട്ടെന്ന് ചോദിച്ചോളൂ. മലയാളത്തിലാണോ? എങ്ങനെ? മലയാളത്തിലാണോ ടെസ്റ്റിന്റെ ലാംഗ്വേജ്? മലയാളമല്ല, ഇംഗ്ലീഷ് ആണ്. ഒരു 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെയാണ് എഴുതാൻ പറ്റും. എത്രാം ക്ലാസ്സിലെ കുട്ടിയാണ്? ആക്ച്വലി +2 കഴിഞ്ഞിട്ട് കുറെ വർഷമായ ആളാണ്, ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു +2 സ്റ്റുഡൻസിന് സ്റ്റാൻഡർഡൈസ് ചെയ്ത ടൂളാണ്. ഇനി എന്താ പറയാ, തന്റെ കഴിവ് ഏത് എന്നൊക്കെ തിരിച്ചറിയാത്തതിന്റെ പ്രശ്നമൊക്കെയാണ്. കഴിവ് തിരിച്ചറിയാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മക്കൾക്കും നല്ല കരിയർ ലൈഫ്. അസ്കർ സാർ, ഒരു ചോദ്യം കൂടി. ആ, പിന്നെ മെഡിക്കൽ മേഖലയിൽ നല്ലൊരു ഹെൽത്ത് സയൻസ് കോഴ്സ് ഉണ്ടോ ഏതെങ്കിലും പുതിയ? അത് നേരത്തെ പറഞ്ഞു പുതിയ കോഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ അതൊക്കെ നമ്മുടെ റമീസ് മാഷ് നേരത്തെ പറഞ്ഞു ക്ലിയർ ആയിട്ട്. കുട്ടിയുടെ താല്പര്യം എന്ത്, കുട്ടിയുടെ കഴിവ് എന്ത് എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ നല്ലൊരു കോഴ്സ്, പുതിയൊരു കോഴ്സ്, റയർ കോഴ്സ്, എവിടെ ഇല്ലാത്തത് അറിയാത്തത് എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ഈ ഒരു പൊതുവേദിയിൽ നമ്മളത് അങ്ങനെ പറയുന്ന സമയത്ത് അതൊക്കെ തെറ്റിദ്ധാരണകൾക്ക് സാധ്യത ഉണ്ട്. കോഴ്സ് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടല്ല. ഇപ്പം ഒരുപാട് കോഴ്സുകളുണ്ട്. പക്ഷെ അതങ്ങനെ പറയുമ്പം ഇനി അതാണ് ട്രെൻഡ് എന്ന് വിചാരിച്ച് അതിന് പോകണമെന്നൊക്കെ കുട്ടികൾ പറയും. കുട്ടിക്ക് ആ മേഖലയിൽ കഴിവില്ലെങ്കിലൊക്കെ പ്രശ്നമാണ്. അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ പരിമിതി ഉണ്ട്. അതൊക്കെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗിലൊക്കെ പറയാൻ പറ്റും. ഒരു കോഴ്സിനെ പറ്റി ചോദിച്ചോട്ടെ. സ്റ്റെറിലൈസിംഗ് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു മെഡിക്കൽ ഫീൽഡിൽ. പാരാമെഡിക്കൽ ഭാഗമായിട്ടുണ്ട്. പറയാമോ? അത് ഡിപ്ലോമ, അത് ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ BSc 4 ഇയർ ആണ്. പൊതുവെ ഡിഗ്രി കോഴ്സ് ആയിട്ട് അത് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക, ഷോർട്ട് ടേം കോഴ്സ്. LBSന്റെ സൈറ്റിൽ നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. lbscenter.kerala.gov.in. അപ്പൊ നാളത്തെ പരിപാടിയിലേക്ക് ഒന്നോ രണ്ടോ ആൾക്ക് വേണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പറയാം, അവസാനിപ്പിക്കാം. ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? പറയാം. ഫീഡ്ബാക്ക് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ അതിന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒരാളുടെ മെഡിക്കൽ ഫീൽഡിൽ ആകെ ഒരു എൻട്രൻസ് പരീക്ഷയുള്ളൂ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അങ്ങനെ ഒരു അറിവ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നീറ്റ് എന്ന പരീക്ഷയാണ് മെഡിക്കൽ ഫീൽഡിൽ എൻട്രൻസ് പരീക്ഷയായിട്ട് പൊതുവായിട്ടുള്ളൂ. കേരളത്തിൽ ഇല്ല, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായേക്കാം. അങ്ങനെ കൃത്യമായിട്ട് പറയാം എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, അതേപോലെ ഈ ഫാം ഡിയുടെ സംശയങ്ങളൊക്കെ തീർത്തു. അതേപോലെ തന്നെ മെഡിക്കൽ കോഡിങ്, ഇതിന്റെ സാധ്യതകൾ, ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ പറഞ്ഞതിൽ ഏതായാലും സന്തോഷമുണ്ട്. താങ്ക് യു. ഇതിലെ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് മെഡിക്കൽ എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാര് ഈ പാരാമെഡിക്കൽ അഥവാ അലൈഡ് ഹെൽത്ത് പ്രൊഫഷനും കൂട്ടി പറയാറുണ്ട്. റമീസ് മാഷ് അങ്ങനെ അല്ല പറഞ്ഞത്. മെഡിക്കൽ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് MBBS, BDS, BHMS, BAMS ആ രീതിയിലുള്ള കോഴ്സുകളാണ്. അതിന് ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ, നീറ്റ്. അതേസമയം അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ അഥവാ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ മറ്റ് എൻട്രൻസ് ഉണ്ട്, അതുപോലെ തന്നെ എൻട്രൻസ് ഇല്ലാത്തതും ഉണ്ട്. ഇപ്പൊ ആർമി നഴ്സിംഗ് ആണെങ്കിൽ നീറ്റ് ആണ്, ദെൻ ജിപ്മർ ആണെങ്കിൽ നീറ്റ് ആണ്. അതൊക്കെ റമീസ് മാഷ് പറഞ്ഞു. എയിംസ് ആണെങ്കിൽ സ്വന്തമായിട്ട് സെപ്പറേറ്റ് എൻട്രൻസ് വേറെ എക്സാം ഉണ്ട്. അതുപോലെ ഓൾ ഇന്ത്യ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് BSLPക്ക് വേറെ എൻട്രൻസ് ഉണ്ട്. ഇപ്പൊ മെഡിക്കൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് റമീസ് സാർ പറഞ്ഞത് MBBS, BDS, ഡോക്ടർ എന്ന സ്വഭാവത്തിലുള്ള മെഡിക്കൽ മാത്രമാണ്. അല്ലാത്ത സംഗതികൾ, ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ അല്ലാത്ത ഒരുപാട് ജോലികളുണ്ട്. നഴ്സിംഗ്, ഒപ്റ്റോമെട്രി, MLT, BPT ഒക്കെ. അതിനൊക്കെ എൻട്രൻസ് വേറെ ഉള്ളതുണ്ട്, നീറ്റ് നോക്കുന്നതുണ്ട്, എൻട്രൻസ് ഇല്ലാത്തതുമുണ്ട്. എനിവേ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ സിജിയുടെ കരിയർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നാളത്തെ പരിപാടിയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ന് ചില ആൾക്കാരൊക്കെ ട്രെൻഡിങ് ജോബുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം ഒരു പ്രോഗ്രാം നാളെ ഉണ്ട്. ഇതേ സമയം 8 മണിയിലേക്ക് അഡ്വാൻസ് ആയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് റമീസ് സാറിന് സിജിയുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും
നല്ല ഒരു അക്കാദമിക് ലൈഫ്, തുടർന്ന് ഒരു കരിയർ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ.